നമസ്കാരം. ചിക്കമംഗളൂരിൽ കാണാതായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ആരെങ്കിലും കുട്ടിയെ അപായപ്പെടുത്തി കണ്ടെത്തിയ സ്ഥലത്ത് ഉപേക്ഷിച്ചതാകാമെന്നാണ് കുടുംബത്തിന്റെ സംശയം. മൃതദേഹം കിട്ടിയ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നുവെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഇതാണ് ദുരൂഹത ആരോപിക്കാൻ കുടുംബത്തെ പ്രേരിപ്പിക്കുന്നത്. കുട്ടിയെ കാണാനില്ലെന്ന് അന്ന് 5:30 സ്ഥിരീകരിച്ചിരുന്നുവെന്ന് കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ ശശിധരൻ പറഞ്ഞു. മൃതദേഹം കിട്ടിയ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഡോഗ് സ്ക്വാഡ് സമീപത്തെ കടകളുടെ സമീപം വന്ന് നിന്നത് സംശയമുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാൽ വഴുതി വീണ് അപകടമുണ്ടായതല്ലെന്നും പോലീസ് അന്വേഷണത്തിൽ തുടക്കത്തിൽ അലംഭാവമുണ്ടായെന്നും കുടുംബം ആരോപിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് 40 അംഗ സംഘത്തിനൊപ്പം എത്തിയ ശ്രീനന്ദയെ കാണാതാകുന്നത്. ചിക്കമംഗളൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപത്തു നിന്നാണ് ശ്രീനന്ദയെ കാണാതാകുന്നത്. പോലീസും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. ഡ്രോൺ ക്യാമറകളും ഇതിനായി വിന്യസിച്ചിരുന്നു. 1500 അടി താഴ്ചയിൽ ബാബ ബുദാൻഗിരിക്ക് താഴെ ഹർഷന ഗുപ്പയിലാണ് തിരച്ചിലിനിടെ മൃതദേഹം കണ്ടെത്തിയത്. ബാബ ബുഡാൻ കുന്നിലെ 300 അടി താഴ്ചയിൽ വരെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആധുനിക തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. എന്നാൽ മകളുടേത് അപകട മരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 കുടുംബാംഗങ്ങൾക്കൊപ്പം ചിരിച്ചുല്ലസിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശ്രീനന്ദയെ 5:35 ആയപ്പോഴേക്കും കാണാതായിരുന്നു. തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെറും 15 മിനിറ്റിനുള്ളിൽ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കാനാണ് എന്നതാണ് പോലീസിനെയും കുടുംബത്തെയും ഒരുപോലെ കുഴപ്പിച്ചത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുട്ടി അപ്രത്യക്ഷമായത് യാദൃശ്ചികമല്ലെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. 1500 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ശ്രീനന്ദ പതിച്ചിരുന്നത്. സാധാരണഗതിയിൽ കാൽ വഴുതി വീണാൽ ഇത്രയും ആഴത്തിലേക്ക് ശരീരം പതിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് കുടുംബത്തിന്റെ വാദം. ആരെങ്കിലും മനഃപൂർവ്വം പിടിച്ചു തള്ളാതെ ശ്രീനന്ദ അത്രയും ആഴത്തിൽ എത്തില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കൊലപാതക സാധ്യതയിലേക്കാണ് ഈ സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എൻ്റെ കുട്ടിയെ ഡ്രഗ് കൊടുത്ത് മയക്കി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം. അവൾ ഒരിക്കലും അവിടെ തനിയെ വീഴില്ല എന്നായിരുന്നു അമ്മ രേണുകയുടെ വാക്കുകൾ. ഹംപിയിൽ നിന്ന് കുടുംബം യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആരെങ്കിലും ഇവരെ പിന്തുടർന്നിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി മാഫിയകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം കുടുംബം പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീനന്ദയെ കാണാതായ ആ 15 മിനിറ്റിനുള്ളിൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അതീവ വേഗത്തിൽ 9ഓളം വാഹനങ്ങൾ പുറത്തേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങളിലൊന്നിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ശേഷം കൊക്കയിലേക്ക് തള്ളിയതാണോ എന്നതാണ് സംശയമുണ്ടാകുന്ന മറ്റൊരു കാരണം. ഈ വാഹനങ്ങളുടെ ഉടമകളെയും യാത്രക്കാരെയും കണ്ടെത്താനും കർണാടക പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 1500 അടി താഴ്ചയുള്ള മലയിടുക്കിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക എന്നത് ദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. ചെങ്കുത്തായ ഈ കൊക്കയിലേക്ക് വടങ്ങൾ കെട്ടി ഇറങ്ങാൻ പ്രത്യേക പരിശീലനം ലഭിച്ച 25 അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മൃതദേഹം മുകളിലെത്തിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് ലഭിക്കുന്ന വിവരം. മരണകാരണം സംബന്ധിച്ച എല്ലാ ദുരൂഹതകളും നീങ്ങാൻ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വേണം. കുട്ടിയുടെ ശരീരത്തിൽ ലഹരിമരുന്നിന്റെ അംശമുണ്ടോ എന്നും വീഴ്ചയ്ക്ക് മുൻപ് ബലപ്രയോഗം നടന്നിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകും. മരണസമയം കൃത്യമായി അറിയുന്നതോടെ ആ 15 മിനിറ്റിലെ ദുരൂഹതകൾ അഴിക്കാനും പോലീസിന് സാധിക്കും. മാണിക്യധാരയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും സമീപത്തെ റിസോർട്ടുകളിലുമുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാണാതായ സമയത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതും പരിശോധിച്ചു വരികയാണ്. വ്യൂ പോയിന്റിലുണ്ടായിരുന്ന മറ്റ് സഞ്ചാരികളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തി. സംഭവം അതീവ ഗൗരവമുള്ളതിനാൽ കേരള പോലീസിന്റെ പ്രത്യേക സംഘവും ചിക്കമംഗളൂരുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കർണാടക പോലീസുമായി സഹകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. പാലക്കാട് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കുടുംബത്തിനൊപ്പമുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കിട്ടിയ അവധിക്കാലം ആഘോഷിക്കാനാണ് ശ്രീനന്ദയും കുടുംബവും കർണാടകയിലേക്ക് യാത്ര തിരിച്ചത്. സന്തോഷകരമായ ഒരു വിനോദയാത്ര ഒരു കുടുംബത്തിന്റെ ആകെ കണ്ണീരായി മാറുന്ന കാഴ്ചയാണ് ചിക്കമംഗളൂരുവിൽ കാണുന്നത്.